ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണ്, then അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞു. Receipt and payment account include all cash receipt and cash payment. It is similar to cash book and it is prepared at the end of an accounting year. All cash transaction, it begins with opening cash balance and ends with closing cash balance. Receipt and payment account കറണ്ട് ഇയർ റെസിപ്റ്റ് റെക്കോർഡ് ചെയ്യും, പ്രീവിയസ് ഇയർ റെസിപ്റ്റ് റെക്കോർഡ് ചെയ്യും, സക്സീഡിങ് ഇയർ റെസിപ്റ്റ് റെക്കോർഡ് ചെയ്യും, ക്യാപിറ്റൽ നേച്ചറുള്ളതും റവന്യൂ നേച്ചറുള്ളതും റെക്കോർഡ് ചെയ്യും. ഔട്ട്സ്റ്റാൻഡിങ് റെസിപ്റ്റുകളും പേയ്മെൻറ്റുകളും റെക്കോർഡ് ചെയ്യില്ല. നോൺ ക്യാഷ് ഐറ്റംസും റെക്കോർഡ് ചെയ്യില്ല. ഇതൊരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റാണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ്. ഡെബിറ്റ്, ക്രെഡിറ്റ്, റെസീറ്റ്, പേയ്മെൻറ്റ്. സ്റ്റാർട്ടിങ്ങിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ, ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ദെൻ എല്ലാ റെസീപ്റ്റുകളും ഡെബിറ്റ് ചെയ്യുന്നു, എല്ലാ പേയ്മെൻറ്റ്സുകളും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. എൻഡിൽ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ്. ബാങ്ക് ആയിരിക്കും ബാലൻസിങ് ഫിഗർ. സ്റ്റെപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും എഴുതുന്നു. ബാങ്കിന് ഡെബിറ്റ് ബാലൻസും വരാം, ക്രെഡിറ്റ് ബാലൻസും വരാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് ഓപ്പണിങ്ങിൽ തന്നിട്ടുള്ളത് എങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. റവന്യൂ റെസിപ്റ്റുകളും ക്യാപിറ്റൽ റെസിപ്റ്റുകളും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. റവന്യൂ പേയ്മെൻറ്റുകളും ക്യാപിറ്റൽ പേയ്മെൻറ്റുകളും ക്രെഡിറ്റ് ചെയ്യുന്നു. നോൺ ക്യാഷ് ഐറ്റംസ് റെക്കോർഡ് ചെയ്യില്ല. ദെൻ ബാലൻസ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. If the debit side is heavier than the credit side, it shows cash and bank balance. If credit side is heavier, it shows a overdraft balance. Credit side ആണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബാലൻസിങ് ഫിഗർ എമൗണ്ട് എഴുതുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ക്യാഷ് ഇൻ ഹാൻഡ് ഓൾവേസ് എ ഡെബിറ്റ് ബാലൻസ്. ക്യാഷ് ഇൻ ഹാൻഡിന് ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാകുക. ബാങ്കിന് ഡെബിറ്റ് ബാലൻസും വരാം, ക്രെഡിറ്റ് ബാലൻസും വരാം. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണ് തന്നതെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ദ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ. ബോത്ത് റവന്യൂ നേച്ചർ ആൻഡ് ക്യാപിറ്റൽ നേച്ചർ ഐറ്റം ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ആൻഡ് ദ പീരീഡ് ടു വിച്ച് ദ ട്രാൻസാക്ഷൻ മേ ബിലോങ്സ്. പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ ഓർ ഫ്യൂച്ചർ ഇയർ. 3 ഇയർ ഉള്ളതും നമ്മൾ കൺസിഡർ ചെയ്യും. ദെൻ ഇറ്റ് ഷോസ് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക് ഓർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലുള്ളതെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് വരും, ബാലൻസിങ് ഫിഗർ എമൗണ്ട് വരും. ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ഗാന്ധിജി ക്ലബ് പ്രിപ്പയർ എ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2020. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 2000, ക്ലോസ് ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് 4300. ഇത് രണ്ടും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. സ്റ്റാർട്ടിങ്ങിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ, ക്യാഷ് ഇൻ ഹാൻഡ് 2000, ക്യാഷ് അറ്റ് ബാങ്ക് 4300. സബ്സ്ക്രിപ്ഷൻ 2019 എമൗണ്ടും 2020 എമൗണ്ടും 21 എമൗണ്ടും ടോട്ടൽ ചെയ്തിട്ട് എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതുന്നു. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ റെസിപ്റ്റ് ആണ്, അത് ഡെബിറ്റ് ചെയ്യുക. ഗ്രാൻഡ്സ് റിസീവ്ഡ് റെസിപ്റ്റ് ആണ്, അത് ഡെബിറ്റ് ചെയ്യുക. ഡൊണേഷൻ റിസീവ്ഡ്. സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്, എൻട്രൻസ് ഫീ റിസീവ്ഡ്, ഹോൾ റൺ റിസീവ്ഡ്, അഡ്മിഷൻ ഫീ റിസീവ്ഡ്, ഇതൊക്കെ റെസിപ്റ്റുകളാണ്, ഇത് ഡെബിറ്റ് ചെയ്യുക. ദെൻ പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്, സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ്, ഫർണിച്ചർ പർച്ചേസ്ഡ്, റെൻറ്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, ഓഫീസ് എക്സ്പെൻസസ്, ടൂർണമെൻറ്റ് എക്സ്പെൻസസ്, ഇതൊക്കെ പേയ്മെൻറ്റുകളാണ്, ഇത് ക്രെഡിറ്റ് ചെയ്യുക. നോക്കുക. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഗാന്ധി ക്ലബ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2020. ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ് എമൗണ്ട്, ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ് എമൗണ്ട്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഓപ്പണിംഗ് ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ, ക്യാഷ് ഇൻ ഹാൻഡ് 2000, ക്യാഷ് അറ്റ് ബാങ്ക് 4300 ആണ് തന്നിട്ടുള്ളത്. ആ 2 എമൗണ്ടുകളും എഴുതുക. അതിനുശേഷം തന്നിട്ടുള്ളത് സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ 3 ഇയർ ഉള്ളതും കൂട്ടിയിട്ട് 4300 ആണ്, അത് എമൗണ്ട് കോളത്തിൽ എഴുതുക. 1500 + 800 + 2000 4300.
സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, ഗ്രാൻസ് റിസീവ്ഡ്, ഡൊണേഷൻ റിസീവ്ഡ്, സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്, എൻട്രൻസ് ഫീ റിസീവ്ഡ്, ഹോൾ റൺ റിസീവ്ഡ്, അഡ്മിഷൻ ഫീ റിസീവ്ഡ്. ഇതൊക്കെ റെസിപ്റ്റുകളാണ്. ഇത് ഡെബിറ്റ് ചെയ്യുക. ദെൻ പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്, സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ്, ഫർണിച്ചർ പർച്ചേസ്ഡ്, റെൻറ്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, ഓഫീസ് എക്സ്പെൻസ്, ടൂർണമെൻറ്റ് എക്സ്പെൻസ്. ഇതൊക്കെ പേയ്മെൻറ്റ്സുകളാണ്. ഈ പേയ്മെൻറ്റുകൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എൻഡിൽ നോക്കുക. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് തന്നിട്ടുണ്ട്. ഓപ്പണിങ്ങിൽ ബാങ്ക് ബാലൻസ് കാണുന്നുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. ക്ലോസിംഗ് ബാങ്ക് ബാലൻസ് ഇല്ല. അപ്പം ഈ ബാങ്ക് ബാലൻസ് ആണ് നമ്മുടെ ബാലൻസിങ് ഫിഗർ. ബാലൻസിങ് ഫിഗർ ബാങ്ക് ആണ്. ആദ്യം ഡെബിറ്റും ക്രെഡിറ്റും ടോട്ടൽ ചെയ്യുക. ഏതാണോ കൂടുതലുള്ളത് അത് രണ്ടിൻ്റെയും ടോട്ടലായിട്ട് എഴുതുക. ഇവിടെ ഡെബിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. ഡെബിറ്റ് സൈഡ് 20,800 ആണ് ഉള്ളത്. അതിനുശേഷം ഈ 20,800 നിന്ന് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കുറക്കുക. കുറച്ചാൽ നിങ്ങൾക്ക് 3,350 കിട്ടും. അതാണ് ബാങ്കിൻ്റെ ബാലൻസിങ് ഫിഗർ. അതായത് 20,800 മൈനസ് 17,450. 20,800 മൈനസ് 17,450 ഇസ് ഈക്വൽ ടു 3,350. അതാണ് ബാങ്കിൻ്റെ ബാലൻസിങ് ഫിഗർ. ഇത് ഹോംവർക്കാണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ ക്ലോസിങ്ങിൽ ബാലൻസിങ് ഫിഗർ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ക്യാഷിൻ്റെ എമൗണ്ട് ബാലൻസിങ് ഫിഗർ ആയിരിക്കും. സബ്സ്ക്രിപ്ഷൻ റെസിപ്റ്റ് ആണ്, ടൂർണമെൻറ്റ് ഫണ്ട് റെസിപ്റ്റ് ആണ്, ലൈഫ് മെമ്പർഷിപ്പ് റെസിപ്റ്റ് ആണ്, എൻട്രൻസ് ഫീ റെസിപ്റ്റ് ആണ്, ഡൊണേഷൻ റെസിപ്റ്റ് ആണ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ റെസിപ്റ്റ് ആണ്, ന്യൂസ് പേപ്പർ ആൻഡ് പീരിയോഡിക്കൽസ് പേയ്മെൻ്റ് ആണ്, റെൻറ്റ് പെയ്ഡ് പേയ്മെൻ്റ് ആണ്, സാലറി പെയ്ഡ് പേയ്മെൻ്റ് ആണ്, ഓഫീസ് എക്സ്പെൻസസ് പേയ്മെൻ്റ് ആണ്, സ്പോർട്സ് എക്യുപ്മെൻറ്റ് പർച്ചേസ്ഡ് പേയ്മെൻ്റ് ആണ്, ടൂർണമെൻറ്റ് എക്സ്പെൻസ് പേയ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഡെബിറ്റ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ റെസിപ്റ്റ് ആണ്, ഡൊണേഷൻ റെസിപ്റ്റ് ആണ്, എൻട്രൻസ് ഫീസ് റെസിപ്റ്റ് ആണ്, റെൻറ്റ് ഫ്രം ക്ലബ് ഹാള് റെസിപ്റ്റ് ആണ്, ഇലക്ട്രിസിറ്റി ചാർജ് പേയ്മെൻ്റ് ആണ്, ടാക്സ് പേയ്മെൻ്റ് ആണ്, സാലറി ആൻഡ് വേജസ് പേയ്മെൻ്റ് ആണ്, ഹോണറേറിയം ടു സെക്രട്ടറി 300 തന്നിട്ടുണ്ട്, അത് പേയ്മെൻ്റ് ആണ്. ഹോണറേറിയം മീൻസ് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയി അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വരികയാണ്, അയാൾക്ക് സാലറി കൊടുക്കുകയാണ്, അതിനെയാണ് ഹോണറേറിയം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഒരു ആർട്ടിസ്റ്റ് വരുന്ന അയാൾ പെർഫോം ചെയ്യുകയാണ്, അയാൾക്കൊരു പേയ്മെൻറ്റ് കൊടുക്കുകയാണ്, അതിനെ നമ്മൾ ഹോണറേറിയം എന്ന് പറയും. സോ അത് പേയ്മെൻ്റ് ആണ്, അത് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റെസിപ്റ്റ് ആണ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി പേയ്മെൻ്റ് ആണ്, പെറ്റി ക്യാഷ് പേയ്മെൻറ്റ് പേയ്മെൻ്റ് ആണ്, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് പേയ്മെൻ്റ് ആണ്, ലോക്കർ റെൻറ്റ് റിസീവ്ഡ് റെസിപ്റ്റ് ആണ്. ഇവിടെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്, ബാലൻസ് ക്യാരി ഡൗൺ, ക്യാഷ് എഴുതുക, ദെൻ ബാങ്ക് എന്തായിരിക്കും, ബാലൻസിങ് ഫിഗർ ആയിരിക്കും. ഈ രണ്ട് ആക്ടിവിറ്റികൾ ചെയ്യുക. താങ്ക് യു.